കുവൈറ്റിൽ അന്തരിച്ച സ്റ്റെഫിൻ കോട്ടയം സ്വദേശി സ്റ്റെഫിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം മാന്നാനം മന്ദിരം ആശുപത്രി മോർച്ചറിയിൽ എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഇപ്പോൾ സ്ഥലത്തുണ്ട് എന്നുള്ളതാണ്. ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, എന്തൊക്കെയാണ്? മറ്റ് സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് സ്റ്റെഫിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാനുള്ളത്? രഞ്ജിത്ത്, അല്പസമയത്തിനുള്ളിൽ സ്റ്റെഫിന്റെ മൃതദേഹം ഇവിടെ മാന്നാനം മന്ദിരം ആശുപത്രിയിലേക്ക് എത്തിക്കും. ഇന്നിവിടെ മൃതദേഹം ഈ മോർച്ചറിയിൽ സൂക്ഷിക്കും. തിങ്കളാഴ്ചയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക എന്നതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. സമാനമാണ് ശ്രീഹരിയുടെ മൃതദേഹം തുരുത്തിയിലും ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. ഷിബു വർഗീസാണ് മറ്റൊരാൾ. അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സൂക്ഷിക്കുക. എന്തായാലും ഇന്ന് മറ്റ് ക്രമീകരണങ്ങളൊന്നുമില്ല. ഇവിടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഇതിനകം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുൻപ് തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചേരും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ തിങ്കളാഴ്ച ആണ് ഇദ്ദേഹത്തിന്റെ സംസ്കാരമുള്ളത്. മറ്റ് രണ്ട് സംസ്കാരങ്ങൾ, ശ്രീഹരിയുടേത് ഞായറാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഷിബു വർഗീസിന്റെ കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ തിങ്കളാഴ്ചയോ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കൾ ഇവിടേക്ക് എത്തിച്ചേരാനുണ്ട്, നാട്ടിലേക്ക് എത്താനുണ്ട്. അതുകൂടി പരിശോധിച്ച ശേഷം, അദ്ദേഹവുമായി കൂടി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പായിപ്പാട് തന്നെയായിരിക്കും ഷിബു വർഗീസിന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. ഈ സ്റ്റെഫിൻ്റെത് 9-ാം മൈലിലാണ് അവിടുത്തെ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ ഉള്ളത് എന്നതാണ്. എന്തായാലും മൃതദേഹം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് രഞ്ജിത്ത്. ആംബുലൻസ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. പോലീസിന്റെ ഒരു എസ്കോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മൃതദേഹങ്ങൾ ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ മുതൽ തന്നെ ബന്ധുക്കൾ വലിയ കാത്തിരിപ്പിലായിരുന്നു. ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട വിവരം. സ്റ്റെഫിനെ സംബന്ധിച്ച് വളരെ വേദനയുള്ള ഒരു വേർപാട് കൂടിയാണ്. ഒരു വീടില്ല, വാടക വീട്ടിലാണ് വർഷങ്ങളായി താമസിക്കുന്നത്. ഒരു വീട് ഉണ്ടായ ശേഷം ആ വീട്ടിലേക്ക് 1 മാസത്തിനകം താമസം മാറും എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. അതിനുവേണ്ടി 1 മാസത്തിന് ശേഷം അദ്ദേഹം വരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷെ അതിനിടയിലാണ് ഈ ദാരുണമായ വിടവാങ്ങൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങുകയാണ്. ബന്ധുക്കളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എംബാം ചെയ്ത് കൊണ്ടുവന്ന മൃതദേഹമാണ്. സ്വാഭാവികമായും ഈ പെട്ടിയിൽ നിന്ന് മാറ്റിയ ശേഷമായിരിക്കും മോർച്ചറിയിൽ വെക്കുക. ഇവിടെ ഒരു പൊതുദർശനം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു തരത്തിലും വ്യക്തമല്ല. ഇപ്പോൾ പ്രത്യേക ആംബുലൻസിൽ പോലീസ് സംവിധാനത്തിൻ്റെ അകമ്പടിയോടെ ഓരോ ആംബുലൻസിനും ഓരോ പോലീസ് ജീപ്പ് അകമ്പടി സേവിച്ചിരുന്നു. എസ്കോർട്ടും പൈലറ്റുമായി പോലീസിൻ്റെ എല്ലാ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ മൃതദേഹങ്ങളും അങ്ങനെ അതിനോടുള്ള എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത്, ജന്മനാടുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. കണ്ണീർ പൂക്കൾ അർപ്പിക്കുകയാണ് നാട് ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്രയിൽ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരുപാട് സ്വപ്നങ്ങൾ